ഞാനിപ്പോൾ വേറെ ഏതൊക്കെയാണ് ഈ പ്യോർ ലിനനിലുള്ള ഡ്രസ്സ് കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ഇപ്പോൾ ലിനൻ ഫാബ്രിക് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ട്. നല്ല ഡ്രസ്സ് നമ്മുടെ ഗ്ലിറ്റേഴ്സിൽ തന്നെ ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഞാൻ വേറെ ഏതെങ്കിലും കണ്ടിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ഇത് സൈറ്റിലേക്ക് കൊണ്ടുവരാമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റില്ല. അപ്പോൾ നമ്മളിത് കസ്റ്റമൈസേഷൻ കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ്. ഗ്ലിറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റായിട്ട് തന്നെ കൊണ്ടുവരാം. പക്ഷേ ഇത് പ്രീ ബുക്കിംഗ് ആയിട്ടായിരിക്കും ചെയ്യുന്ന. വെരി ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഈ സെയിം പാറ്റേൺ വേണമെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ടാകും, അതിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നിങ്ങളുടെ മെഷർമെൻറ്റ്സ് കറക്റ്റായിട്ട് കൊടുക്കുക. ആ മെഷർമെൻറ്റിൽ തന്നെ തയ്പ്പിച്ചെടുക്കുക. ഡീറ്റെയിലിംഗ് കാണാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലിംഗ് പറയാനാണെങ്കിൽ 2 സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ലൂസ് ഫിറ്റിലാണ് ചെയ്തേക്കുന്നത്. ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോളനൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെയാണ് വരിക. ബാക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ടക്ക് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയാണ്, ഭയങ്കര കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ലിനൻ എനിക്ക് ഞാൻ ആക്ച്വലി ഇത് ലിനൻ എടുത്ത് തയ്ക്കാൻ തുടങ്ങിയ ഹസ്ബൻഡ് ഷർട്ടിന് എടുക്കുമ്പോൾ ആ ഫാബ്രിക് എടുത്ത് തയ്ച്ചിട്ടാണ് ഞാനിത് ഫെമിലിയറായി. ആ ഫാബ്രിക്കുമായിട്ട് പിന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് വേറെ ഒരു പ്രാവശ്യം വെയർ ചെയ്താൽ പിന്നെ നമുക്ക് എപ്പോഴും അത് വെയർ ചെയ്യാൻ. അപ്പോൾ ഞാൻ അങ്ങനെ തയ്പ്പിച്ചൊരു ഐറ്റമാണ് ഇത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഈ ഒരു ഫാബ്രിക് തന്നെ എടുത്ത് തയ്ച്ചതായിരുന്നു. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടാകും, അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. എന്നിട്ട് ഏതാണോ നിങ്ങളുടെ സൈസ് ചാർട്ട് അയച്ചു തരും. നിങ്ങൾ സൈസ് കറക്റ്റ് പറയുക, അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുപ്പിക്കുക. അപ്പോഴായിരിക്കും പെർഫെക്റ്റ് ഫിറ്റിങ്ങിൽ ഇടാൻ പറ്റുക. ഭയങ്കര രസമാണ്, ഭയങ്കര അടിപൊളി ഒരു ഐറ്റമാണ്. ലിമിറ്റഡ് ക്വാണ്ടിറ്റി, വെരി ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ്. ഇഷ്ടമാകുന്നവർ വേഗം മെസ്സേജ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.